അല്ലാഹുവിൻ്റെ ലൗഹും അർശും അതൊക്കെ കാണാനും ലൗഹിൽ എഴുതിയത് വായിക്കാനും അതുപോലെയുള്ള ഗൈബിയായ ലോകം അതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മുന്നിൽ ദൃശ്യമായ ലോകമായിക്കൊണ്ട് മാറുകയാണ്. ഇവിടെ തടസ്സം എന്താണ്? ഖൽബിൻ്റെ ദുസ്വഭാവങ്ങളാണ്, മോശമായ രീതികളാണ്, വിശ്വാസങ്ങളാണ്, ദുസ്വഭാവങ്ങളാണ്. ഈ ദുസ്വഭാവങ്ങളെല്ലാം തന്നെ ഒഴിവായാൽ, തൻ്റെ റൂഹ് മുത്തഹറായ റൂഹായി കഴിഞ്ഞാൽ, തൻ്റെ ഖൽബ് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ ആലമുൽ മലക്കൂത്തിനെ നോക്കാനും വായിക്കാനും എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ് കാണാനും വായിക്കാനും തൻ്റെ മുന്നിൽ തടസ്സങ്ങളായിക്കൊണ്ട് എന്താണോ ഉണ്ടായിരുന്നത് അത് മുഴുവനും ഒഴിവായി കിട്ടും. നമുക്കറിയാമല്ലോ, മഹാന്മാരാകുന്ന ഔലിയാഇൻ്റെ ചരിത്രങ്ങളിൽ, പ്രത്യേകിച്ച് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെയൊക്കെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ കാണാം. ലൗഹിലേക്ക് നോക്കി മുരീദിൻ്റെ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു തൻ്റെ മുരീദിനെ കണക്കാക്കിയത് എന്താണെന്ന് ഷെയ്ഖ് പറഞ്ഞു മജ്ലിസിൽ വെച്ചുകൊണ്ട്. ധാരാളം സംഭവങ്ങൾ. അതെ, ഇതെങ്ങനെ സംഭവിക്കും? ഇത്തരം വിഷയങ്ങളിലാണല്ലോ വഹാബികളുടെ നിരൂപണങ്ങൾ. വേദിയിൽ അതുപോലെ തന്നെ സദസ്സിലും ധാരാളം മഹാന്മാരായ ആലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, പ്രഭാഷകരുണ്ട്, സമസ്തയുടെ സഹപ്രവർത്തകരുണ്ട്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ രണ്ട് ലോകത്തും നമുക്കെല്ലാവർക്കും ഉപകരിക്കുന്ന, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അമലു സാലിഹായിക്കൊണ്ട് സ്വീകരിക്കട്ടെ. ബഹുമാനമുള്ള സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ത്വരീഖത്ത് സൂക്ഷ്മതയുടെ മാർഗമെന്ന ഏറെ ഗഹനമായ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ ഈ വിഷയത്തെ 3 ഭാഗമായി കൊണ്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ത്വരീഖത്ത് അതിസങ്കീർണമായ വിഷയങ്ങളിൽ ഒന്നാണ്. ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗം മഹാന്മാരാകുന്ന അഹ്ലുസുന്നയുടെ ഇമാമീങ്ങൾ ത്വരീഖത്തിനെ കുറിച്ച് അവരുടെ വിവരണം, അവരുടെ വിശദീകരണം എന്താണ്. അതുപോലെ അഹ്ലുസുന്നയുമായി ആശയപരമായി വ്യതിചലിച്ച് നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്ന ബിദ്അത്തിൻ്റെ ധാരാളം കക്ഷികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കൊക്കേറെ പരിചയമുള്ള പ്രസ്ഥാനങ്ങളാണ് വഹാബികളും മൗദൂദികളും തബ്ലീഗുകാരും. ആകെ ഇവർ മാത്രമേ ഉള്ളൂ എന്നല്ല, നമ്മുടെ നാട്ടിലെ സ്വഭാവം അങ്ങനെയാണ്. ഈ ബിദ്അഈ കക്ഷികൾക്ക് ത്വരീഖത്ത് എന്ന ഈ മഹത്തായ സംവിധാനത്തെക്കുറിച്ച്, ശരീഅത്തിൻ്റെ ഈ ഭാഗത്തെക്കുറിച്ച് അവരുടെ ആരോപണങ്ങൾ എന്താണ്, ആ ആരോപണങ്ങളുടെ വസ്തുത എന്താണ്. മറ്റൊരു ഭാഗം, ത്വരീഖത്തിൻ്റെ പേരിൽ ഇന്ന് മാത്രമല്ല പണ്ട് കാലത്തും പല വ്യാജന്മാരും വന്നിട്ടുണ്ട്. വ്യാജ ഷെയ്ഖുമാർ, വ്യാജ ഷെയ്ഖുമാരുടെ വ്യാജ ത്വരീഖത്തുകൾ. ഈ ഷെയ്ഖുമാരും അവരുടെ അനുയായികളും പരിശുദ്ധ ശരീഅത്തിലെ ത്വരീഖത്തെന്ന ഈ മഹത്തായ ഈ രീതിയെ, ഈ സംവിധാനത്തെ വളരെ വികലമായിക്കൊണ്ട് അവർ ചിത്രീകരിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെക്കുറിച്ചുമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ആലോചന നടത്താനുള്ളത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിഷയത്തിൽ ഏറെ അടിസ്ഥാനപരമായി നാം അറിയേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ത്വരീഖത്ത് എന്നുള്ളത് ഒരിക്കലും പരിശുദ്ധമായ ശരീഅത്തിൻ്റെ, പരിശുദ്ധമായ ദീനിൻ്റെ അപ്പുറത്തുള്ള ഒന്നല്ല. അങ്ങനെയാണ് ത്വരീഖത്ത് വിമർശകരാകുന്ന അഹ്ലുസുന്നയുടെ അപ്പുറത്തുള്ള വഹാബികളും മൗദൂദികളും ഇതര കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ന്യായം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ത്വരീഖത്ത് ഇല്ലല്ലോ. 4 ഖലീഫമാർ അവരേതെങ്കിലും ത്വരീഖത്തിൻ്റെ ആളുകളായിരുന്നു.
അതല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു തരീഖത്തില്ലല്ലോ. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോഴല്ലേ ഇന്ന് കാണുന്ന കേൾക്കുന്ന ഈ തരീഖത്തുകളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തരീഖത്ത് എന്നുള്ളത് ശരീഅത്തിൻ്റെ അപ്പുറത്തുള്ള, പരിശുദ്ധമായ ദീനിൻ്റെ അപ്പുറത്തുള്ള ഒന്നാകുന്നു എന്നാണ്. ഇവിടെ നാം അറിയണം, മഹാനായ ഇമാം സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിവരണം. മഹാനവറുകൾ അവരുടെ പ്രസിദ്ധ ഗ്രന്ഥമാകുന്ന മക്തൂബാത്തിൽ കാണാം, ഒരിക്കലും ത്വരീഖത്ത് ശരീഅത്തിൻ്റെ അപ്പുറത്തുള്ള ഒന്നല്ല. മഹാനവറുകളുടെ വിശദീകരണം ഇപ്രകാരമാണ്: യഅലം അന്നൽ ശരീഅ സലാസത അജ്സാ. ശരീഅത്തിന് 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശരീഅത്ത്. ഏതൊക്കെയാണ് ആ 3 ഭാഗങ്ങൾ? അൽ ഇൽമു വൽ അമലു വൽ ഇഖ്ലാസ്. ശരീഅത്തിൻ്റെ 3 ഭാഗങ്ങൾ, 3 ജുസ്ഉകൾ. ഒന്ന് ഇൽമാണ്, മറ്റൊന്ന് അമലാണ്, മൂന്നാമത്തേത് ഇഖ്ലാസുമാണ്. ലളിതമായി പറഞ്ഞാൽ ഒന്ന് ഇൽമ് അഥവാ ഈമാൻ. നമുക്കറിയാമല്ലോ, പരിശുദ്ധമായ ദീനിൽ ഒരുപാട് വിശ്വാസ കാര്യങ്ങളുണ്ട്. നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന, വിശ്വസിക്കേണ്ടുന്ന അള്ളാഹുവിൻ്റെ തൗഹീദുമായി, റുബൂബിയത്തുമായി ബന്ധപ്പെട്ട, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട, ആഖിറവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ, അത് വിശ്വസിക്കൽ അനിവാര്യമാണ്. രണ്ടാമത്തേത് ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമലുകളാണ്, കർമ്മങ്ങളാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള നിർബന്ധമായതും സുന്നത്തായതുമായ ഒരുപാട് അമലുകളാണ്, ഒരുപാട് കർമ്മങ്ങളാണ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഈ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ശരിയായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോഴാണ്. ഈ 2 ഭാഗങ്ങളെക്കുറിച്ചാണ് ലളിതമായി കൊണ്ട് നമ്മൾ സുന്നികൾ, അഹ്ലുസുന്നയുടെ ആളുകൾ പറയാറുള്ളത്. മഹാന്മാരാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊരു മുസ്ലിമും, ഏതൊരു വ്യക്തിയും തൻ്റെ വിശ്വാസങ്ങളിൽ, തൻ്റെ വിശ്വാസരംഗത്ത് രണ്ടാലൊരു തരീഖിനെ സ്വീകരിക്കണം. ആ രണ്ടാലൊരു തരീഖ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മാതുരിദി തരീഖാണ്, മറ്റൊന്ന് അശ്അരി തരീഖാണ്. കർമ്മരംഗത്ത് 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം. ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി, ഹംബലി മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ, ഇമാം സർഹിന്ദിയുടെ വിശദീകരണ പ്രകാരം ശരീഅത്തിൻ്റെ 3 ഭാഗങ്ങൾ, ആ 3 ഭാഗങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈമാൻ തന്നെ. രണ്ടാമത്തത് അമലുമാണ്. ഈ ഈമാനും അമലും സഹിഹാവാൻ തൻ്റെ വിശ്വാസരംഗത്ത് ഏതെങ്കിലും ഒരു തരീഖിനെ സ്വീകരിക്കുക, അമലിൽ, കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു മദ്ഹബും സ്വീകരിക്കുക. മഹാനായ ഇമാം സർഹദിയുടെ വിശദീകരണത്തിൽ കാണാം, ഒമാലം യതഹഖഖു കുല്ലു മിൻ ഹാദിഹിൽ അജ്സാഇ സലാസ. ഈ 3 ഭാഗങ്ങൾ ശരിയാവാതിരിക്കുമ്പോൾ, ഈമാൻ, അമൽ, ഇഖ്ലാസ്, ഈ 3 ഭാഗങ്ങൾ കൃത്യമാവാതിരിക്കുമ്പോൾ ലാ തതഹഖഖു ശരീഅ, അവിടെ ശരീഅത്തും പരിപൂർണമല്ല, ശരീഅത്തും പരിപൂർണമായി ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഈമാനിൻ്റെയും അമലിൻ്റെയും കാര്യം അങ്ങനെ. മൂന്നാമത്തെ ഭാഗം, അവിടെയാണ് തരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച. ഏതാണ് മൂന്നാമത്തേത്? ഇഖ്ലാസ്. പ്രിയമുള്ളവരെ, ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ നമുക്കേറെ പരിചയമുള്ള വളരെ പ്രസിദ്ധമായ ഹദീസാണല്ലോ ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഒരു പ്രത്യേകമായ രീതിയിൽ ഇരുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞു. നബി തങ്ങൾ മറുപടി പറയുമ്പോൾ ആ മറുപടിയെ ശരിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചും പ്രതികരിച്ചു. ആ ചോദ്യങ്ങളിൽ ഈമാനിനെ കുറിച്ചുണ്ട്, ഇസ്ലാമിനെ കുറിച്ചുണ്ട്, സാഅത്തിനെ കുറിച്ചുണ്ട്, ഖിയാമത്ത് നാളിനെ കുറിച്ചുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ചുണ്ട്. കൂട്ടത്തിലൊരു ചോദ്യമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് ഇഹ്സാൻ? അത് ഈ ഇഹ്സാനാണ് ഇഖ്ലാസ്. ശരീഅത്തിൻ്റെ 3 ഭാഗം.
മൂന്നാമത്തെ ഭാഗമായി കൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയ ഇഖ്ലാസ്, അതാണ് ഹദീസിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഇഹ്സാൻ. ഇഹ്സാനെ വിശദീകരിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഖ്ലാസ്, അതാണ് ഇഹ്സാൻ. ഇഖ്ലാസിന്റെ രണ്ട് സ്റ്റേജുകൾ, വ്യത്യസ്തമായ രണ്ട് സ്റ്റേജുകൾ. രണ്ട് സ്റ്റേജല്ല, ഒരുപാട് മർത്തബകളുണ്ട്, ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളെ രണ്ടിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഏറ്റവും ഉയർന്ന സ്റ്റേജ്, ഏറ്റവും ഉയർന്ന രൂപം, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. ഷുഹൂദിന്റെ മഖാം എന്ന് പറയും, ഹുളൂറിന്റെ മഖാം എന്ന് പറയും. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇൽമുൽ യഖീൻ എന്ന മർത്തബയും കഴിഞ്ഞ് ഐനുൽ യഖീനിന്റെ മർത്തബ എന്നൊക്കെ മഹാന്മാരാകുന്ന തസൗഫിന്റെ ഇമാമന്മാരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു സ്റ്റേജാണ്, ഏറ്റവും വലിയൊരു മർത്തബയാണത്. എന്നാൽ ആ മർത്തബയിലേക്ക് എത്തുന്നില്ലെങ്കിലോ, ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക. തൻ്റെ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും, തൻ്റെ ഏത് നീക്കങ്ങളാണെങ്കിലും, ഏത് ചിന്തകളാണെങ്കിലും അത് എല്ലാതും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന ആ ബോധത്തോടുകൂടെ, ആ തിരിച്ചറിവോടുകൂടെ, ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇതാണ് ഖൗഫിൻ്റെ മഖാം. ഈ ഇഹ്സാനിനെ കുറിച്ചാണ് മഹാന്മാരാകുന്ന തസൗഫിൻ്റെ ഇമാമിങ്ങൾ ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം സിർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നു കൊണ്ട് പറയുന്നു, തരീഖത്ത് ഒരിക്കലും ശരീഅത്തിന്റെ അപ്പുറത്തുള്ള കാര്യമല്ല. ശരീഅത്തിന്റെ ഈ മൂന്നാമത്തെ ഭാഗമാകുന്ന ഇഖ്ലാസ്, ഈമാനും അമലും സഹിഹാവാൻ ഇൽമുൽ കലാമുണ്ട്, ഇൽമുൽ ഫിഖ്ഹുണ്ട്. ഇൽമുൽ കലാം കൊണ്ടും ഇൽമുൽ ഫിഖ്ഹ് കൊണ്ടും ഈമാനും അമലും കൃത്യമാകുന്നെങ്കിൽ ഇഖ്ലാസിനെ കൃത്യമാക്കുവാനുള്ള വഴിയാണ്, അതിൻ്റെ രീതിയാണ് തരീഖത്ത്. അതുകൊണ്ട് തന്നെ തരീഖത്ത് ഖാദിമത്തുൽ ലിശ്ശരീഅ, ശരീഅത്തിന്റെ ഖാദിമത്താണ്. ഫീ തക്മീൽ ജുസ്ഇഹ സാലിസ്, ശരീഅത്തിന്റെ മൂന്നാമത്തെ ഭാഗമാകുന്ന ഇഖ്ലാസിനെ പൂർത്തിയാക്കാനുള്ള ശരീഅത്തിന്റെ ഒരു ഖാദിമത്താകുന്നു തരീഖത്ത് എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ പ്രസിദ്ധമായ ആയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊക്കെ അറിയുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫി സുദൂർ. പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. ഖുർആനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബികും. ഈ ഖുർആൻ അത് മൗഇളത്താണ്, അത് ഉപദേശങ്ങളാണ്. അതിൽ കുറെ കൽപ്പനകളുണ്ട്, കുറെ അമ്രുകളുണ്ട്, കുറെ നഹികളുണ്ട്. അതിന് പുറമെ വശിഫാഉൻ ലിമാ ഫി സുദൂർ, അത് ഹൃദയങ്ങൾക്കുള്ള, ഖൽബുകൾക്കുള്ള ശിഫയുമാകുന്നു. വളരെ വിശദമായി കൊണ്ട് പറയേണ്ടുന്നതാണ്, ചുരുങ്ങിയ സമയമാണല്ലോ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് ഈ വിശദീകരണം കൊണ്ട് എന്താണ് തരീഖത്തെന്നും തരീഖത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്ന കാര്യം എന്താണെന്നും അറിയാൻ സാധിക്കും. വശിഫാഉ ഇശാറത്തുൻ ഇലാ തത്ഹീരിൽ അർവാഹി ഫിൽ അനിൽ അഖായിദിൽ ഫാസിദ വൽ അഖ്ലാഖിദ് ദമീമ വഹുവ തരീഖ. മോശമായ സ്വഭാവങ്ങൾ, ചിന്തകൾ, പാടില്ലാത്ത വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങളിൽ നിന്നും മോശമായ സ്വഭാവങ്ങളിൽ നിന്നും ഖൽബിനെ ശുദ്ധീകരിക്കണം. ഇങ്ങനെ ഖൽബിനെ ശുദ്ധീകരിക്കുവാനുള്ള സംവിധാനമാണ്, വഴിയാണ് തരീഖത്ത് എന്നുള്ളത്. അതിനുശേഷം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണം. പ്രിയമുള്ളവരെ, ഏറെ നാം ആലോചിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളുമായി കൊണ്ട് തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, പണ്ഡിത വിദ്യാർത്ഥികൾ. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫൈദാ സാലത് ഫഖദ് ഹസല ശിഫാ, ഫൈദാ സാലത് ഫഖദ് ഹസല ശിഫാ. ഈ മോശമായ സ്വഭാവങ്ങളും പാടില്ലാത്ത വിശ്വാസങ്ങളുമൊക്കെ അമ്രാദുൽ ഖുലൂബ് എന്ന് പറയും. ആ ഖൽബിലേക്കുള്ള ആ പ്രശ്നങ്ങൾ, ആ രോഗങ്ങൾ, ആ മോശമായ സ്വഭാവങ്ങൾ, അതെല്ലാം തന്നെ തൻ്റെ ഖൽബിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ,
കൽബിന് നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ, സൽസ്വഭാവിയാണ്, ഒരിക്കലും മോശമായ നീക്കങ്ങളോ വിശ്വാസങ്ങളോ ഒന്നുമില്ല. എന്നാൽ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്വാറ ജൗഹറുർ റൂഹി മുതഹറ അൻ ജമീഉൻ നുഖൂശിൽ മാനിഅതി അൻ മുതാലഅതി ആലമിൽ മലകൂത്ത്. തൻ്റെ റൂഹ് പരിശുദ്ധമായി, തൻ്റെ റൂഹിൻ്റെ മുന്നിൽ ഒരു തടസ്സവുമില്ല. അൻ മുതാലഅതി ആലമിൽ മലകൂത്ത്, അള്ളാഹുവിൻ്റെ ലൗഹും അർശും അതൊക്കെ കാണാനും ലൗഹിൽ എഴുതിയത് വായിക്കാനും അതുപോലെയുള്ള ഗൈബിയായ ലോകം അതെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മുന്നിൽ ദൃശ്യമായ ലോകമായിക്കൊണ്ട് മാറുകയാണ്. ഇവിടെ തടസ്സം എന്താണ്? കൽബിൻ്റെ ദുസ്വഭാവങ്ങളാണ്, മോശമായ രീതികളാണ്, വിശ്വാസങ്ങളാണ്, ദുസ്വഭാവങ്ങളാണ്. ഈ ദുസ്വഭാവങ്ങളെല്ലാം തന്നെ ഒഴിവായാൽ, തൻ്റെ റൂഹ് മുത്തഹറായ റൂഹായി കഴിഞ്ഞാൽ, തൻ്റെ കൽബ് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ ആലമുൽ മലക്കൂത്തിനെ നോക്കാനും വായിക്കാനും എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ് കാണാനും വായിക്കാനും തൻ്റെ മുന്നിൽ തടസ്സങ്ങളായിക്കൊണ്ട് എന്താണോ ഉണ്ടായിരുന്നത് അത് മുഴുവനും ഒഴിവായി കിട്ടും. നമുക്കറിയാമല്ലോ, മഹാന്മാരാകുന്ന ഔലിയാഇന്റെ ചരിത്രങ്ങളിൽ, പ്രത്യേകിച്ച് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ കാണാം. ലൗഹിലേക്ക് നോക്കി മുരീദിൻ്റെ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു തൻ്റെ മുരീദിനെ കണക്കാക്കിയത് എന്താണെന്ന് ഷെയ്ഖ് പറഞ്ഞു മജ്ലിസിൽ വെച്ചുകൊണ്ട്. ധാരാളം സംഭവങ്ങൾ. അതെ, ഇതെങ്ങനെ സംഭവിക്കും? ഇത്തരം വിഷയങ്ങളിലാണല്ലോ വഹാബികളുടെ നിരൂപണങ്ങൾ. എന്നാൽ കൽബ് ശുദ്ധമായി കഴിഞ്ഞാൽ, തൻ്റെ റൂഹ് മുത്തഹറായി കഴിഞ്ഞാൽ, വിശുദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ, അതാണല്ലോ തരീഖത്തിലൂടെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആലമൽ മലക്കൂത്ത് മുതാല ചെയ്യാൻ, അത് കാണാനും വായിക്കാനും തൻ്റെ മുന്നിൽ തടസ്സങ്ങളില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലക്കൂത്തിസ് സമാവാത്ത്. മനുഷ്യന് മലക്കൂത്ത് സമാവാത്തിലേക്ക് നോക്കാൻ സാധിക്കും. 7 ആകാശങ്ങളും മലക്കുകളെ കാണാനും മലക്കുകളുമായി കൊണ്ട് സംസാരിക്കാനും സ്വർഗം കാണാനും നരകം കാണാനും എല്ലാതും സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് വെറുതെ പറഞ്ഞതല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. മനുഷ്യന്റെ ഹൃദയത്തെ പിശാച് കീഴടക്കിയിരിക്കുന്നു. ഈ പിശാചിന്റെ സൽത്തനത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് തൻ്റെ കൽബിനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ലൗഹ് കാണാനും അർശ് കാണാനും സ്വർഗം കാണാനും നരകം കാണാനും മലായിക്കത്തിനെ കാണാനും സംസാരിക്കാനും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതാണ് മഹാന്മാരുടെ ചരിത്രങ്ങളിലൊക്കെ കറാമത്തുകളിലൊക്കെ ധാരാളമായിക്കൊണ്ട് നാം കേൾക്കുന്നത്. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് തൻ്റെ തത്ഹീറുൽ ഖുലൂബിലൂടെ, കൽബിനെ ശുദ്ധമാക്കലിലൂടെ ഒരു മനുഷ്യനെത്താൻ സാധിക്കും. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ എത്തിയ അവസ്ഥയെക്കുറിച്ചാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഫൽ ഹഖീഖത്തു സമറത്തു തരീഖ. തരീഖത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഈ തത്ഹീറുൽ ഖുലൂബിലൂടെ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്നൊക്കെ കൽബിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നല്ല അവസ്ഥയിലേക്ക് കൽബിനെ എത്തിച്ചെടുക്കുക, തൻ്റെ റൂഹിനെ പരിശുദ്ധമാക്കുക. അങ്ങനെ റൂഹിനെ പരിശുദ്ധമാക്കിയാൽ സാധാരണ വ്യക്തികൾക്കില്ലാത്ത പലതും അത് അറിവ് കൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടുമൊക്കെ ലഭ്യമാകും. മഹാന്മാരുടെ കറാമത്തുകളിലൊക്കെ നാം കേൾക്കുന്നത് പോലെ, മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ അവസ്ഥയെക്കുറിച്ച് ഹഖീഖത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഈ തരീഖത്തിൻ്റെ അനന്തരഫലമായി കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ആസ്വാദനമാണ്, ഒരു അനുഭവമാണ് ഹഖീഖത്ത് എന്നുള്ളത്. ഇവിടെ കൃത്യമായിക്കൊണ്ട് നാം അറിയേണ്ടത്, ഇങ്ങനെ ഒരു മുരീദിനെ ഈ ഉന്നതമായ ഈ ഹുളൂറിൻ്റെ ഗൈബത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഹുളൂറിൻ്റെ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഗൈബത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മുശാഹദയുടെ അവസ്ഥയിലേക്ക് ഈ മുരീദ്, ഈ തരീഖത്തിൽ പ്രവേശിച്ചൊരു വ്യക്തി ആനെത്തുമ്പോൾ ആ വ്യക്തിയെ കൊണ്ടുപോകാനുള്ള ഒരു ലീഡർ ഉണ്ടാകും, ഒരു മുർഷിദ്, ഒരു ഗൈഡ്. ആ ഗൈഡിനെ കുറിച്ചാണ് തസൗഫിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഷെയ്ഖ് എന്ന് പറയുന്നത്. ഈ ഷെയ്ഖ് തൻ്റെ മുരീദിനെ ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പല മഖാമുകളും പല മർത്തബകളും, ആ മഖാമുകളിലൂടെ മർത്തബകളിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്.
പല സ്റ്റേജുകളും വിട്ടുകിടക്കാനുണ്ട്. അങ്ങനെ പല സ്റ്റേജുകളും വിട്ടുകടന്ന്, ഓരോ കടമ്പകളും വിട്ടുകടന്ന് അവസാനം അവൻ എത്തിച്ചേരുന്ന ആ മഖാം ഉസൂലിൻ്റെ മഖാം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാലിക്കിനെ കുറിച്ച് സാങ്കേതികമായി കൊണ്ട് പറയുക വാസിൽ എന്നാണ്. അതുവരെ അവൻ സായിറായിരുന്നു, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്നവനായിരുന്നു. എന്നാൽ തൻ്റെ സഞ്ചാരം പൂർത്തിയായി തൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി. അവനെക്കുറിച്ച് വാസിൽ എന്ന് പറയും. ഇവിടെ ഒരു ഷെയ്ഖ് ഉണ്ടാകും, ഒരു മുർഷിദ് ഉണ്ടാകും, ഒരു ഗൈഡ് ഉണ്ടാകും. ആ ഗൈഡായിരിക്കും തന്നെ കൊണ്ടുപോവുക. ഈ ഗൈഡ് തന്നെ ഈ മക്കാമിലേക്ക് ഇങ്ങനെ എത്തിക്കുമ്പോൾ, ഈ ഉന്നതമായ ഹഖീഖത്ത് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പല സ്റ്റേജുകളും പല സ്റ്റെപ്പുകളും വിട്ടുകിടക്കാനുണ്ട്. ഈ സ്റ്റെപ്പുകളെക്കുറിച്ചും മഹാന്മാരാകുന്ന ഇമാമിയങ്ങൾ തസൗഫിൻ്റെ കിതാബുകൾ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമായി 4 മക്കാമുകളാണ്. ഒന്നാമത്തെ മക്കാമിനെ കുറിച്ച് പറയുന്നത് മക്കാമുൽ ഖൗഫ് എന്നാണ്. രണ്ടാമത്തേത് മക്കാമുൽ റജാ ആണ്. മൂന്നാമത്തേത് മക്കാമുൽ മുറാഖബ, മക്കാമുൽ ഗൈബ, മക്കാമുൽ ഹുദൂർ. ഇതാണ് പ്രധാനപ്പെട്ട 3 സ്റ്റേജുകൾ. ഈ മുർഷിദ്, തൻ്റെ ഷെയ്ഖ് തന്നെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന, ഈ ഹഖീഖത്ത് എന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന, സാങ്കേതിക ഭാഷയിൽ പറഞ്ഞ തെർബിയത്ത് ചെയ്തുകൊണ്ട് തൻ്റെ മുരീദിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഈ ഷെയ്ഖ് പടിപടിയായി ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആദ്യമായി കൊണ്ട് ഷെയ്ഖ് മുരീദിനെ ചെന്നെത്തിക്കുന്നത് മഖാമുൽ ഖൗഫ് എന്ന പദവിയിലേക്കാണ്. എന്താണ് ഈ മഖാമുൽ ഖൗഫ്? മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു. ഫസ്തഹ്ദിറുൽ ആഖിറ കുല്ല വഖ്തിൻ വഹീൻ വയറ ദുനിയാ കഅന്നഹാ ലം തകുൻ വയറ النار കഅന്നഹാ ഇന്നമാ ഖുലിഖത് ലിഅജ്ലിഹി വയറ അന്നഹു യസ്തഹിഖു النار ബിഅഫ്ആലിഹിൽ ഖബീഹ. അല്ലാഹുവിനെ കുറിച്ചുള്ള, അല്ലാഹുവിൻ്റെ അദാബിനെ കുറിച്ചുള്ള, നരകത്തെ കുറിച്ചുള്ള വല്ലാത്തൊരു ഭയമാണ്. തൻ്റെ മോശമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ, തൻ്റെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചുള്ള പോരായ്മകൾ കാരണത്താൽ അള്ളാഹു തന്നെ ശിക്ഷിക്കും. തീർച്ചയായും എന്നെ ശിക്ഷിക്കും. എനിക്ക് നരകം ഉറപ്പായിട്ടും എനിക്ക് നരകമുണ്ടാകും. ഞാൻ അത്രത്തോളം തെറ്റുകൾ എൻ്റെ പക്കൽ സംഭവിച്ചിട്ടുണ്ട് എന്ന തൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം, തൻ്റെ മുഴുവൻ ചിന്തകളും, തൻ്റെ മുഴുവൻ സമയങ്ങളും തൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അപാകതകളെക്കുറിച്ച്, തൻ്റെ സ്വഭാവത്തിലുള്ള പോരായ്മകളെക്കുറിച്ച് ഷെയ്ഖ് മുരീദിനെ അങ്ങനെ ചിന്തിപ്പിക്കും. ഈ മുരീദിൻ്റെ ആലോചനകൾ മുഴുവനും തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരിക്കും. പടച്ചോനെ, പോരായ്മകൾ സംഭവിച്ചല്ലോ, ഹറാമുകൾ വന്നല്ലോ, കറാഹത്തുകൾ വന്നല്ലോ, എന്തു ചെയ്യും? എപ്പോഴും ഇസ്തിഗ്ഫാറിൻ്റെ മനസ്സുമായി കൊണ്ട് പടച്ചോനെ കാക്കണേ, പടച്ചോനെ കാക്കണേ, അസ്തഗ്ഫിറുല്ലാ എന്ന ഈ മനസ്സുമായി കൊണ്ട്. ഇതാണ് മഖാമുൽ ഖൗഫ്. ഒന്നാമതായി കൊണ്ട് ഷെയ്ഖ് മുരീദിനെ കൊണ്ടുപോകുന്ന ആ മഖാം, അത് മഖാമുൽ ഖൗഫ. ഈ മഖാമുൽ ഖൗഫിലേക്ക് എത്തിയൊരു മുരീദിനെ പിന്നെ തൻ്റെ ഷെയ്ഖ്, തൻ്റെ മുർഷിദ്, തൻ്റെ മുറബി രണ്ടാമതായി കൊണ്ട് ചെന്നെത്തിക്കുന്നത് മഖാമുർ റജായിലേക്കാണ്. മഖാമുർ റജാഇനെ ഇമാമുമാർ വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ സവാബിനെ കുറിച്ചുള്ള വല്ലാത്തൊരു പ്രതീക്ഷയാണത്, ആഗ്രഹമാണത്. എൻ്റെ റബ്ബ് റഹ്മാനാണ്, എൻ്റെ റബ്ബ് റഹീമാണ്, എൻ്റെ റബ്ബ് ഗഫൂറാണ്, എൻ്റെ റബ്ബ് വദൂദാണ്. എന്നെ ശിക്ഷിക്കൂല, എൻ്റെ റബ്ബ് എന്നോട് അഫ്വ് ചെയ്യും, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം തരും, എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കൂല എന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള വല്ലാത്തൊരു പ്രതീക്ഷ. ഈ മഖാമു റജാ എന്ന അവസ്ഥയിലേക്കായിരിക്കും ഷെയ്ഖ് രണ്ടാമതായി കൊണ്ട് മുരീദിനെ കൊണ്ടെത്തിക്കുക. മൂന്നാമതായി കൊണ്ട് ഷെയ്ഖ് മുരീദിനെ കൊണ്ടുപോകുന്നത് മഖാമുൽ മുറാഖബ എന്ന അവസ്ഥയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഹദീസുകളിലൊക്കെ കാണാം എന്താണ് മുഅ്മിനിൻ്റെ സ്വഭാവമെന്ന്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുഅ്മിനിൻ്റെ മഖാം ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിലാകുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ കുറ്റങ്ങളെക്കുറിച്ചുള്ള പേടിയുണ്ട്, അള്ളാഹു ശിക്ഷിക്കുമോ എന്ന ഭയമുണ്ട്, അതോടൊപ്പം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലുള്ള പ്രതീക്ഷയുമുണ്ട്. ഇതാണ് മഖാമുൽ മുറാഖബ. മഖാമുൽ ഖൗഫ് കഴിഞ്ഞ്, മഖാമുൽ റജാഇ കഴിഞ്ഞ് മഖാമുൽ മുറാഖബയിലേക്ക്, എന്ന് പറഞ്ഞാൽ ഖൗഫും റജാവും രണ്ടും ഒന്നിച്ചുള്ളൊരു മഖാമാണ്. ആ ഒരു ചിന്തയാണ്. ഈ ഒരു ചിന്ത കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഖ് മുരീദിനെ കൊണ്ടുപോകുന്നത് മഖാമുൽ ഗൈബ എന്ന അവസ്ഥയിലേക്കാണ്. പല മജ്ദൂബുമാരുടെയും, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പല മസ്താന്മാരുടെയും, ജദ്ബ് സംഭവിച്ച മഹാന്മാരാകുന്ന പല ഔലിയായിൻ്റെയും
സംസാരങ്ങളിലൊക്കെ നാം കേൾക്കുന്ന ചില പ്രയോഗങ്ങൾ, അതൊക്കെ ഒരു പക്ഷേ മഖാമുൽ ഗൈബത്തിൽ സംഭവിച്ചതായിരിക്കാം. മഖാമുൽ ഗൈബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം തന്നെ കൃത്യമായ യോഗ്യനായ ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിൻ്റെ ഇർഷാദ് തർബിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുരീദ് വഴിപിഴച്ചു പോകുമെന്ന കാര്യം സംശയമില്ല. ഇവിടെയാണ് ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ യോഗ്യതയും കഴിവും. മഖാമുൽ ഗൈബ എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിൽ അല്ലാഹുവല്ലാത്ത മറ്റൊന്നുമില്ല. മഖാമുൽ ഗൈബത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, താൻ കാണുന്നത് മുഴുവനും അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന ഓരോ സൃഷ്ടിയും അല്ലാഹുവാകുന്നു എന്നുള്ളതല്ല, അതൊരു പിഴച്ച വിശ്വാസമാണ്. പക്ഷേ താൻ എന്ത് കണ്ടാലും അതിലൂടെ എല്ലാം തന്നെ തനിക്ക് മനസ്സിലാകുന്നത്, താൻ ദർശിക്കുന്നത് അള്ളാഹുവിൻ്റെ കുദ്റത്തിനെയാണ്. അള്ളാഹുവിൻ്റെ ആയത്താണല്ലോ ഓരോന്നും. അത് ശരിക്കും ബോധ്യമാവുകയാണ്, അനുഭവത്തിൽ വരികയാണ്. ഒരു ഉറുമ്പിനെ കണ്ടാലും ആനയെ കണ്ടാലും എന്ത് കണ്ടാലും, തൻ്റെ സഹോദരനെ കണ്ടാലും മറ്റെന്തിനെ കണ്ടാലും അതിലൂടെ എല്ലാം തന്നെ താൻ കാണുന്നത് അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ ഉന്നതമായ കുദ്റത്തിനെ, അള്ളാഹുവിൻ്റെ അജായിബുകളായിരിക്കും. അതാണ് മഖാമുൽ ഗൈബ. ഈ മഖാമുൽ ഗൈബ എന്ന അവസ്ഥയിൽ നിന്ന് പിന്നെ ഷെയ്ഖ് മുരീദിനെ കൊണ്ടുപോകുന്നത് മഖാമുൽ ഹുദൂറിലേക്കാണ്. അതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ. മഹാന്മാരാകുന്ന അംബിയാഇൻ്റെ അവസ്ഥ, മഹാന്മാരാകുന്ന അഖ്താബിൻ്റെ അവസ്ഥ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആളം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതുപോലെയുള്ള മഹത്തുക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഖൗഫും റജാവും ഒരുമിച്ച് കൂട്ടിയതുപോലെ ഗൈബത്തും ഹുദൂറും രണ്ടിനെയും ജംഅ് ചെയ്തുകൊണ്ടുള്ള ഈ മഖാമുകളിലൊക്കെ ചിലപ്പോൾ വ്യതിയാനങ്ങൾ സംഭവിക്കും. പല കാരണങ്ങളെ കൊണ്ടുമാവാം. ഒരു പക്ഷേ ഷെയ്ഖിൻ്റെ അയോഗ്യത കൊണ്ട് സംഭവിക്കാം, അതല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ നിർദ്ദേശങ്ങളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ മജ്ദൂബുമാർ, മസ്താന്മാർ എന്ന് നാം ഈ ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. തസൂഫിൻ്റെ കിതാബുകളിൽ അവരെക്കുറിച്ച് വിശദമായ ചർച്ചകളുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതെല്ലാം കൂടി പറയുക എന്നുള്ളത് കഴിയുന്ന കാര്യമല്ലല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ഈ വ്യത്യസ്തമായ മഖാമുകളിലൂടെ, സ്റ്റെപ്പുകളിലൂടെ, സ്റ്റേജുകളിലൂടെ തൻ്റെ മുരീദിനെ കൊണ്ടുപോയി, കൈപിടിച്ച് കൊണ്ടുപോയി ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഉസൂലിൻ്റെ മർത്തബ, വാസിൽ, താലിബ്, സായിർ, അവസാനമായിക്കൊണ്ട് വാസിൽ. ആ ഉസൂലിൻ്റെ മർത്തബയിലേക്ക് എത്തുമ്പോൾ അതാണ് ഹഖീഖത്ത്. അത് വാസിലാവുക, കാമിലാവുക എന്നാണ് പറയുക സാങ്കേതികമായിക്കൊണ്ട്. ഇവിടെയെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷെയ്ഖ് അനിവാര്യമാണ്. നാം പരിചയമില്ലാത്തൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ വഴി പരിചയമുള്ള, ആ നാടിനെക്കുറിച്ച് അറിയുള്ള, ആ പ്രദേശത്തിൻ്റെ എല്ലാ സംഗതികളെക്കുറിച്ചും അറിയുന്നൊരു ഗൈഡിൻ്റെ സഹായം എല്ലാ നിലക്കും നമുക്ക് ഉപകരിക്കും. എന്നതുപോലെ അള്ളാഹുവിലേക്കുള്ള ഉസൂലാണ് ഇവിടെ ലക്ഷ്യം. അള്ളാഹുവിലേക്കുള്ള ഉസൂൽ അത് ഒരു ദുർഘടമായ, വളരെ ക്ലേശങ്ങളുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ശരീഅത്തിനെ കുറിച്ച് ശരിയായ ബോധമുള്ള, വിവരമുള്ള ഒരു ഗൈഡ്, ഒരു ഷെയ്ഖ്, ഒരു മുറബി. ഷെയ്ഖുമാരെ കുറിച്ച് പറയുമ്പോൾ ചുരുക്കി പറയട്ടെ, തസൗഫിൻ്റെ കിതാബുകളിൽ 4 തരത്തിലുള്ള ഷെയ്ഖുമാരെ കുറിച്ചാണ് പറയുന്നത്. 4 തരത്തിലുള്ള ഷെയ്ഖുമാർ. ഏതാണ് ഈ 4 തരത്തിലുള്ള ഷെയ്ഖുമാർ? 1 ഷെയ്ഖു തഅലീമ, 2 ഷെയ്ഖു തബറുക്ക്, 3-ാമത്തേത് ഷെയ്ഖു തർഖിയ, 4-ാമത്തേത് ഷെയ്ഖു തർബിയ. ഷെയ്ഖു തഅലീം, ഷെയ്ഖു തഅലീം എന്നാൽ ദീനിയായ കാര്യങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഉസ്താദ് എന്ന് സാങ്കേതിക ലളിതമായി കൊണ്ട് പറയാം. മദ്രസയിലെ ഉസ്താദന്മാർ, കോളേജിലെ ഉസ്താദന്മാർ, ദർസിൽ പഠിപ്പിക്കുന്ന മഹാന്മാരാകുന്ന ഉസ്താദന്മാർ, ഇവരൊക്കെ ഷെയ്ഖു തഅലീമാണ്. നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ശർഈയ ഉലൂമുകൾ പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാരാണ്. ഷെയ്ഖു തബറുക്ക്, ഷെയ്ഖു തബറുക്ക് എന്നാൽ ഇൽമു കൊണ്ടും സലാഹിയത്ത് കൊണ്ടും നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുന്ന, നമ്മളെക്കാൾ ഉയർന്ന സ്റ്റേജിൽ നിൽക്കുന്ന, ഉയർന്ന അവസ്ഥയിലുള്ള, നമുക്കറിയാലോ ചില ആളുകളെക്കുറിച്ച് നാം പറയാറുണ്ട്, നല്ല മനുഷ്യരാണ്, നല്ല ഇബാദത്തുള്ള ആളാണ്, നല്ല ഇഖ്ലാസുള്ള ആളാണ്, നല്ല അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആളാണ്, ദുആ ചെയ്യിപ്പിക്കാൻ പറ്റിയ വ്യക്തി എന്നൊക്കെ പറയാറുണ്ട്. അതെ, അത് തന്നെയാണ് ഷെയ്ഖു തബറുക്ക്. അവരെ കൊണ്ട് നാം ബർക്കത്തെടുക്കും, അവരെ ദുആ കൊണ്ട്, അവരുടെ ഉപദേശങ്ങളെ കൊണ്ട്, അങ്ങനെ പല രീതിയിലും. ഇതാണ് ഷെയ്ഖു തബറുക്ക്. ഷെയ്ഖു തഅലീം, ഷെയ്ഖു തഅലീം എന്ന് പറഞ്ഞാൽ ശർഈയായ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർ എന്ന് പറഞ്ഞല്ലോ.
പ്രിയമുള്ളവരെ, ഇവിടെയും നമ്മൾ അറിയേണ്ടതുണ്ട്, ശൈഖു തഅലീം, ശർഈയായ ഉലൂമുകൾ നാം സ്വീകരിക്കുന്ന ആളുകൾ. പൊതുവെ ആളുകൾ ധരിച്ചു വെച്ചു, പലരും ധരിച്ചു വരച്ചു, ഇൽമ് അത് ആരിൽ നിന്നും പഠിക്കാം, എവിടെ നിന്നും പഠിക്കാം. പരിശുദ്ധമായ ശരീഅത്തിൽ അങ്ങനെ രീതിയില്ല. മഹാന്മാരാകുന്ന ഇമാംമാർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദിബിൽ വിശദീകരിക്കുന്നു, ഹാദൽ ഇൽമു ദീൻ, ഈ ഇൽമ് അത് ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, ആരുടെ പക്കൽ ദീൻ പഠിക്കാം എന്നുള്ളതില്ല. നിങ്ങൾ ആരുടെ പക്കൽ നിന്നാണോ ഇൽമ് പഠിക്കുന്നത് ശ്രദ്ധിക്കണേ. അർഹരായ ആളുകളിൽ നിന്ന് മാത്രമേ ഇൽമ് പഠിക്കാവൂ. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, പറയാറുണ്ട്. വഹാബി ആയിക്കോട്ടെ, മൗദൂദി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അയാളുടെ വഹാബീസ് അല്ലല്ലോ പഠിക്കണത്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. അയാൾ പഠിപ്പിക്കണേ ഖുർആനല്ലേ, ഖുർആൻ ഓതാനല്ലേ നമ്മൾ പഠിപ്പിക്കണത്, അല്ലെങ്കിൽ ഖുർആൻ്റെ അർത്ഥങ്ങളല്ലേ പഠിക്കണത്, ഖുർആൻ്റെ വിശദീകരണങ്ങളല്ലേ. നമ്മൾ വഹാബീസും മൗദൂദീസും അല്ലല്ലോ നമ്മൾ പഠിപ്പിക്കണത്, അതല്ലല്ലോ അയാളിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അങ്ങനത്തെ രീതി പരിശുദ്ധമായ ദീനിലില്ല. ശർഈയായ ഉലൂമുകളായിക്കൊണ്ട് എന്ത് പഠിക്കുന്നെങ്കിലും ഈ വ്യക്തി ആരാണെന്ന് കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഹാദൽ ഇൽമു ദീൻ, ഈ ഇൽമു ദീനാണ്. ഫൻദുറൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ, അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീനിനെ സ്വീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ശരിയായ ഇൽമുള്ള, ശരിയായ വിശ്വാസങ്ങളുള്ള, സലാഹിയത്തുള്ളവരുടെ പക്കൽ നിന്നും, അതോടൊപ്പം ശരിയായ സനദിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഗുരുപരമ്പര അത് ആവശ്യമാണ്, നിർബന്ധമാണ്. ശർഈയായ ഉലൂമിന് ഒരു ശരിയായ ഗുരുപരമ്പര എന്നുള്ളത് അത്യാവശ്യമാണ്. സമയം പരിമിതമായിക്കൊണ്ട് ഞാൻ ചുരുക്കട്ടെ. ശൈഖു തബറുക്ക് ഞാൻ പറഞ്ഞല്ലോ. മൂന്നാമത്തേത് ശൈഖു തർഖിയ. മഹാന്മാരാകുന്ന പല ഇമാമാരുടെ ചരിത്രത്തിലും കാണാം, ഒരു ഷെയ്ഖിൻ്റെ, ഒരു വലിയിൻ്റെ മജ്ലിസിലേക്ക് ഒരു ഫാസിഖായ വ്യക്തി കടന്നു വന്നു. ആ ഷെയ്ഖൊന്ന്, ആ വലിയൊന്ന് ആ ഫാസിഖിലേക്ക് നോക്കി, ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ആ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ഈ ഫാസിഖായ ഈ മജ്ലിസിലേക്ക് കടന്നു വന്ന ആ വ്യക്തി ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തി. ആ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആ മജ്ലിസിലേക്കൊന്ന് വന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കുതുബായിക്കൊണ്ട് മാറി, വലിയ വിലായത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തി. അതെ, ഇങ്ങനത്തെ ചില ശൈഖുമാരുണ്ട്. ഈ ശൈഖുമാർക്കാണ് ശൈഖു തർഖിയ എന്ന് തസൗഫിൻ്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് കാണാം. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നൊരു ദിവസം കൽപ്പന. എന്താ? മഹാനവറുകളോട് പറഞ്ഞു, 700 പുരുഷന്മാരെയും 300 സ്ത്രീകളെയും ഇന്നത്തെ രാത്രിയിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കണം. മഹാനായ ഗൗസുൽ ആലമിന് ലഭിച്ച ഒരു ഇൽഹാമായിരുന്നു, കശ്ഫായിരുന്നു. മഹാനവറുകൾ തൻ്റെ മുരീദന്മാരോട് പറഞ്ഞു, ഒരു ഭാഗത്ത് പുരുഷന്മാർ, ഒരു ഭാഗത്ത് സ്ത്രീകൾ. ഈ ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ അവരിലേക്ക് അങ്ങനെ നോക്കി. ആ നോക്കിയതോടുകൂടി ഫിസ്ക് കൊണ്ടും മോശമായ സ്വഭാവങ്ങളെ കൊണ്ടും മലീമസമാരുടെ ഹൃദയങ്ങൾ തങ്കരൂപത്തിലായിക്കൊണ്ട് മാറി ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തി എന്ന് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ, തസൂഫിൻ്റെ കിതാബുകളിൽ കാണാം. ഇതാണ് ശൈഖു തർഖിയ. ഏറ്റവും പ്രധാനമായി ശൈഖു തർബിയ. ശൈഖു തർബിയത്ത് എന്നാൽ തൻ്റെ മുരീദിൻ്റെ അവസ്ഥകളൊക്കെ പരിഗണിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പടിപടിയായിക്കൊണ്ട് തൻ്റെ മുരീദിനെ അള്ളാഹുവിൻ്റെ ഹളറത്തെന്ന, ആ വസൂലെന്ന, ഹഖീഖത്തെന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കുക. ഇതാണ് ശൈഖു തർബിയ, തർബിയത്ത്. അവിടെ മുരീദിൻ്റെ അവസ്ഥകളെ കൃത്യമായി കൊണ്ടറിയേണ്ടി വരും. ഒരു രോഗി ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ രോഗിയുടെ അവസ്ഥകളൊക്കെ പരിശോധിക്കണം, മനസ്സിലാക്കണം. എന്നിട്ടായിരിക്കും ഈ ഡോക്ടർ രോഗിക്ക് മരുന്ന് നിർദ്ദേശിക്കുന്നുണ്ടാവുക. ഇതേ രൂപത്തിൽ തന്നെ തൻ്റെ മുരീദിൻ്റെ അവസ്ഥകളൊക്കെ പരിഗണിച്ച് ശ്രദ്ധിച്ച് ഈ മുരീദിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് പടിപടിയായിക്കൊണ്ട് ഷെയ്ഖ് ഈ മുരീദിനെ ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇതാണ് ശൈഖു തർബിയ. ഇവിടെ കൃത്യമാണല്ലോ. ശൈഖു തർബിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ശൈഖു തർബിയത്ത് ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇൽമുള്ളവനായിരിക്കണം.
മഹാന്മാരാകുന്ന തരീഖത്തിൻ്റെ കിതാബുകളിൽ, തസൗഫിൻ്റെ കിതാബുകളിൽ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. വഖദ് അജ്മഅൽ ഖൗമു അലാ അന്നഹു ലാ യസ്ലഹു ലിത്തസദ്ദുരി ഫീ തരീഖില്ലാഹി അസ്സ വജല്ല ഇല്ലാ മൻ തബഹറ ഫീ ഇൽമി ശരീഅ. ശരീഅത്തിൻ്റെ ഇൽമ് കൃത്യമായിക്കൊണ്ട്, അത് ഇൽമുൽ ഫിഖ് ആണെങ്കിലും ഇൽമുൽ അഖായിദ് ആണെങ്കിലും അതൊക്കെ കൃത്യമായിക്കൊണ്ട് അറിയുന്നവരായിരിക്കണം. ധാരാളം വ്യാജ ശൈഖുമാർ, കള്ള തരീഖത്തുകൾ കൃത്യമായിക്കൊണ്ട് ഇവരെല്ലാം തിരിച്ചറിയുവാനുള്ള മിനിമം മാനദണ്ഡമാണ് തർബിയത്തെ വാദിച്ചുകൊണ്ട് തരീഖത്തിൻ്റെ ശൈഖാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ഖലീഫുമാരാണെങ്കിലും മുരീദന്മാരാണെങ്കിലും ശൈഖുമാരാണെങ്കിലും ഈ ശൈഖിന് എത്രമാത്രം ശരീഅത്തിനെ കുറിച്ച് വിവരമുണ്ട് എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നു. വഖദ് അജ്മഅൽ ഖൗമു, ഗൗരവമുള്ള വാക്കാണല്ലോ അത്. വഖദ് അജ്മഅൽ ഖൗമു, അഹ്ലുസുന്നയുടെ ഇമാംമാർക്ക് ഇജ്മാ ഉണ്ട്. അലാ അന്നഹു ലാ യസ്ലഹു ലിത്തസദ്ദുരി ഫീ തരീഖില്ലാഹി അസ്സ വജല്ല ഇല്ലാ മൻ തബഹറ ഫീ ഇൽമി ശരീഅ. ഇൽമു ശരീഅയിൽ നല്ല ബഹറായ സമുദ്ര സമാനമായ ഇൽമുള്ളവനായിരിക്കണം. ബഹുമാനപ്പെട്ടവർ അൽ യവാഖീത്ത് വൽ ജവാഹിർ വിശദീകരിക്കുന്നതിൻ്റെ കാരണം, തൻ്റെ മുന്നിലുള്ള, തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന, താൻ ഏറ്റെടുക്കുന്ന മുരീദ്, ഈ മുരീദിൻ്റെ ഓരോ ഹറക്കാത്ത്, സക്കനാത്തുകൾ, ഓരോ വിഷയങ്ങളും, ആ വിഷയങ്ങളെല്ലാം തന്നെ ശർഈയായ കാര്യങ്ങൾ ഈ മുരീദിനെ നിർദ്ദേശിക്കേണ്ടി വരും. അവിടെ ഹലാലുകളെ, ഹറാമുകളെ, മക്രൂഹുകളെ, മന്ദൂബുകളെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തിൽ യഥാർത്ഥ വിധിയോടുകൂടി തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് ഷെയ്ഖിനുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ ഷെയ്ഖ് മുഖേന മുരീദ് പഴച്ചു പോകും. അതുകൊണ്ട് ശരീഅത്തിൽ കൃത്യമായിക്കൊണ്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ തർബിയത്തിൻ്റെ ഷെയ്ഖാവാൻ പറ്റൂ എന്നുള്ളതാണ്. ഒരിക്കലും അത്ഭുതങ്ങൾ കാണിക്കുക എന്നുള്ളത് സലാഹിയത്തിൻ്റെ മാനദണ്ഡമായിക്കൊണ്ട് എവിടെയും പറയപ്പെട്ടിട്ടില്ല. ഞാൻ വിഷയം ചുരുക്കട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സമയം വളരെ കുറവാണല്ലോ. ദുആ ചെയ്തപ്പോൾ മുരീദിൻ്റെ രോഗം സുഖപ്പെട്ടു, അല്ലെങ്കിൽ ഷെയ്ഖ് എന്തോ നിർദ്ദേശിച്ചപ്പോൾ അതുപ്രകാരം ഒരു മുരീദിൻ്റെ രോഗം സുഖമായി, അതല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ പക്കൽ എന്തോ അത്ഭുതങ്ങൾ കണ്ടു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു വ്യക്തിയെ കാണുന്നു, ആകാശത്തിലൂടെ ഇങ്ങനെ പാറി നടക്കാം, സമുദ്രത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ നടക്കുകയാണ്, ആകാശത്തിലൂടെ ഇങ്ങനെ പക്ഷികളെ പോലെ പാറി, എന്നാലും അവരെ വിശ്വസിക്കരുത്. അതല്ല മാനദണ്ഡം. മാനദണ്ഡം സലാഹിയത്താണ്, മാനദണ്ഡം ഇൽമാണ്. ഇൽമും സലാഹിയത്തും. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് ഷെയ്ഖാണെങ്കിലും ഏത് തരീഖത്താണെങ്കിലും ശരീഅത്തുമായി കൊണ്ട് പൂർണ്ണമായ മുവാഫഖത്ത്, പൂർണ്ണമായ യോജിപ്പ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഷെയ്ഖ് വരുന്നു, ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു, മുരീദന്മാരോട് നിർദ്ദേശിക്കുന്നു, ഏതെങ്കിലും ഹലാലുകളെ കുറിച്ച്, അത് ഹറാമായിക്കൊണ്ടോ, ഏതെങ്കിലും ഹറാമുകൾ ഹലാലായിക്കൊണ്ടോ, പല കള്ള ഷെയ്ഖുമാരെയും പല കള്ള തരീഖത്തുകളുടെയും പ്രശ്നം ഇവിടെയാണ്. ഏത് ഷെയ്ഖാണെങ്കിലും ഏത് തരീഖത്താണെങ്കിലും ഒരിക്കലും കറാമത്തോ അത്ഭുത സിദ്ധികളോ അല്ല, സലാഹിയത്താണ്, ഇൽമുണ്ടോ എന്നുള്ളതാണ്. എന്ത് അത്ഭുതങ്ങളാണെങ്കിലും ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ആ ഷെയ്ഖിനെയും ആ തരീഖത്തിനെയും ഒട്ടും സ്വീകരിച്ചുകൂടാം. പല തരീഖത്തുകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു തരീഖത്തായിരുന്നു നൂർ ഷാ തരീഖത്ത്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു തരീഖത്താണ് നൂർ ഷാ തരീഖത്ത്. കാരണം കാണുമ്പോൾ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സാധാരണ നാം പറയാറുള്ളത് പോലെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവൂല. ആളുകൾ പറയും, എന്താ കുഴപ്പം, അള്ളാഹിനെ കുറിച്ചല്ലേ പറയുന്നത്, ദിക്റല്ലേ ചെല്ലുന്നത്, ഇസ്തിഗ്ഫാറല്ലേ ചെയ്യുന്നത്, എന്താ പ്രശ്നം? ഷെയ്ഖ് യോഗ്യനാവുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തു 1974. മഹാന്മാരാകുന്ന ആലിമീങ്ങൾ നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തത് നൂർ ഷാ തരീഖത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും പരിശോധിച്ച അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അഹമ്മിയത്തെ തരീഖ. അതുപോലെ തന്നെ മജ്ലിസ് ഖുലഫ, നിയമങ്ങളും ചട്ടങ്ങളും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നൂർ ഷാ തരീഖത്തിൻ്റെ സ്ഥാപകൻ നൂർ ഷയുടെ ഒരു ഗ്രന്ഥമാണ് അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ചുരുക്കി പറയട്ടെ, എന്താണ് നൂർ ഷാ തരീഖത്തിൻ്റെ പ്രശ്നം? മുന്നിൽ നിൽക്കുന്ന ഷെയ്ഖ് തർബിയത്തിൻ്റെ ഷെയ്ഖാവാൻ
തരീഖത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാവാൻ, മുർഷിദാവാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം എന്താ? ശരീഅത്തുമായി കൊണ്ട് യോജിക്കാത്ത, ശരീഅത്തിനോട് യോജിക്കാത്ത പലതും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഖുലഫാക്കളോ മുരീദന്മാർ ഇതുവരെയും അത് തിരുത്തിയിട്ടില്ല. അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പഴയ കോപ്പി അതിൻ്റെ 14-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ആയേദിൻ മുസൽമാനോ കോ ഷിർക്ക് സേ രോക്കാ ജാതാ ഹൈ. പല കാര്യങ്ങളെക്കുറിച്ചും പറയാം, പല കാര്യങ്ങളെക്കുറിച്ചും ഷിർക്കാണെന്ന് ആരോപിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം കഴിഞ്ഞു. മക്കാമുകളിൽ പോവുക, അവരോട് സഹായം തേടുക, ഐക്കല്ല് കെട്ടുക, ഇത്തരം പല കാര്യങ്ങളെക്കുറിച്ചും ആളുകൾ അത് ഷിർക്കാണെന്ന് പറയുന്നു. എന്നാൽ അതൊന്നും യഥാർത്ഥ ഷിർക്കല്ല. അതൊക്കെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന, ഷിർക്കിനോട് ശബഹുള്ള കാര്യങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 14-ാമത്തെ പേജിൽ അവസാനം പറയുന്നു, അൽബത്ത, തീർച്ചയായും യാ തമാം അഅ്മാൽ മംനൂഅ്, ഈ പ്രവർത്തനങ്ങളൊന്നും ശരീഅത്ത് അനുവദിക്കാത്ത പ്രവർത്തനങ്ങളാകുന്നു, ശരീഅത്ത് അംഗീകരിക്കാത്ത കാര്യങ്ങളാകുന്നു. ഇതിനെക്കുറിച്ച് പല ന്യായങ്ങളും പറയുന്നുണ്ട്, ഞാൻ ചുരുക്കട്ടെ. അവർ പറയുന്നു, തരീഖത്തിന്റെ ഖലീഫമാരും മുരീദന്മാരും പറയാറുണ്ട്, അതൊക്കെ ഹൈദരാബാദിലുള്ള ചില ബിദ്അത്തിന്റെ ആളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എഴുതിയതാണ് എന്ന്. എന്നാൽ അസ്റാറിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഏത് വരികൾ പരിശോധിച്ചാലും അതിലൊന്നും തന്നെ നൂറി ഷാ തങ്ങൾ അവർക്ക് മറുപടിയായിക്കൊണ്ട് പറഞ്ഞതാണ് തൻ്റെ വാദമല്ല എന്ന് മനസ്സിലാക്കാവുന്ന ഒരു അരവരി പോലും അസ്റാറിൽ കണ്ടെത്തുക സാധ്യമല്ല. മാത്രമല്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. മാത്രമല്ല, നൂറി ഷാ തങ്ങളുടെ മരണത്തിന് ശേഷം ഹിജ്റ 1413 2 തവണകളായിക്കൊണ്ട് അസ്റാർ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 തവണയായിക്കൊണ്ട് അസ്റാർ പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്തു, ആ ഭാഗം പരിപൂർണമായി ഒഴിവാക്കി. മറ്റൊരു കോപ്പിയിൽ അൽബത്ത തമാം അഅ്മാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അസ്റാറിനെ തിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, ബഅദ് അഅ്മാൽ മംനൂ, ചിലതൊക്കെ മംനൂ ആണ്, ബഅദ് അഅ്മാൽ മുസ്തഹ്സൻ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ചോദിക്കാമല്ലോ, ആലോചിക്കാമല്ലോ, ഒരു പ്രശ്നവും അസ്റാറിൽ ഇല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു അസ്റാർ കട്ട് ചെയ്തുകൊണ്ടും തിരുത്തിക്കൊണ്ടും പ്രസിദ്ധീകരിച്ചത്? പല തരീഖത്തുകളും സമസ്ത തീരുമാനപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീഅത്തുമായി കൊണ്ട് പരിപൂർണമായും ശൈഖിനും തരീഖത്തിനും യോജിപ്പ് വേണം എന്നുള്ളതാണ്. ഇതിൽ എവിടെയാണ് അപാകത കാണുന്നത്, അവിടെയാണ് ശൈഖ് വ്യാജമാകുന്നതും തരീഖത്ത് കള്ള തരീഖത്താകുന്നതും. ഇവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിൻ്റെ ഈമാനിന് കാവലായി നിൽക്കുന്നത്. അള്ളാഹു ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ മുഹിബീങ്ങളായിക്കൊണ്ട്, ഖാദിമീങ്ങളായിക്കൊണ്ട് നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.